അവൻ നമ്മുടെ കുഞ്ഞിശുണ്ട് കഴിക്കട്ടെ. കുഞ്ഞിശുണ്ട് നിങ്ങളൊക്കെ കഴിച്ചതല്ലേ? എന്തിനാടാ കുഞ്ചാ, പാവം ഉണ്ടാവൂടാ. അവൻ കഴിച്ചതല്ലേ, എത്ര കഴിച്ചു. പാവം ഇന്നവൻ കുറച്ച് വൈകിയാണ് വന്നത്. അവൻ കഴിക്കട്ടെ. ഇപ്പം ചൂലെടുത്ത് മാറ്റാമെന്ന് വെച്ചാൽ അവൻ പേടിച്ചോടും. ചൂലൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ തട്ടിയിടുമെന്ന്. കുഞ്ചപ്പന് ദേഷ്യം വന്ന് അവനെയൊക്കെ കടിക്കാനും ചൂല് തട്ടിയിടാനും ഒക്കെ പോവും. എന്തിനാ ദേഷ്യം? അവൻ പോയിട്ടോ, അവന് പറഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പോഴേക്കും അവൻ കുഞ്ഞു ശുണ്ടൻ്റെ അമ്മ വരുന്നുണ്ട്. അമ്മയൊക്കെ തീറ്റ കഴിഞ്ഞ് പോയതാട്ടോ. ഇന്ന് അവൻ മാത്രം എവിടെയോ പോയിരിക്കുകയായിരുന്നു. കുറച്ച് വൈകിയ വന്ന്. കഴിച്ചോട്ടെ, വേഗം വേഗം കഴിച്ചോട്ടെ. ഇല തന്നെ വെച്ച് കഴിക്കണേ, താഴെ വെച്ച് കഴിക്കല്ലേ. നല്ല കുട്ടിയല്ലേ? നിൻ്റെ മോൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ദേ അവനിവിടെ കഴിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ഉണ്ട് അവൻ കഴിക്കുന്നുണ്ട് ഇവിടെ. ഇതാ അവൻ മേളിൽ കയറിയിരുന്നു കേട്ടോ. താഴെ കുഞ്ഞിപ്പെണ്ണുണ്ട്. എന്താ പറയുക, ഇവന്മാരുടെ കാര്യം പറഞ്ഞാണ്ടല്ലോ. ഇന്ന് ഇഷ്ടം വേണം തല്ലി പിടിക്കുക. തീറ്റ കഴിയാ തല്ലി പിടിക്കുക. കുഞ്ഞിപ്പെണ്ണേ, അവൻ അടി അവൻ കളിക്കാൻ നോക്കുക കേട്ടോ. കുഞ്ഞിപ്പെണ്ണിന് ഇഷ്ടമല്ലേ അങ്ങനെ കളിക്കണമെന്നും. കുഞ്ചാ, അവൾക്ക് ഇഷ്ടമല്ലേ കളിക്കാൻ? അമ്മണിയല്ലത്, അമ്മണി മാത്രമേ അങ്ങനെ കളിക്കുള്ളൂ നിൻ്റെ കൂടെ. കുഞ്ചാ വടി എവിടെ? ഇതേ കുഞ്ചൻ്റെ പാവക്കുട്ടി തലയും കുത്തി കിടക്കണം. കുഞ്ചാ വടി എടുക്കട്ടെ. ഇന്നേ തീറ്റ കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ടാണ്. ഇന്ന് ഇഷ്ടം പോലെ മീൻ കിട്ടിയിട്ടുണ്ട്. രണ്ടും കൂടെ അവൻ കളിക്കാൻ നോക്കുക കേട്ടോ. കുഞ്ഞൻ തല്ലു പിടിക്കണമല്ല. പക്ഷെ ഈ കുഞ്ഞിപ്പെണ്ണിന് ആരും ഇഷ്ടമല്ല. അവളെല്ലാവരോടും തല്ലു പിടിക്കും. അവൾ തീറ്റ കഴിഞ്ഞാൽ വല്ലയിടത്തും പോയി ഒളിച്ചിരിക്കും. വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് വരുള്ളൂ. കണ്ടോ അവൻ കളിക്കാൻ അവന് വലിയ ഇഷ്ടം എല്ലാവരും ഒപ്പം കളിക്കാൻ. ഈ കുഞ്ഞിശുണ്ടൻ്റെ ഒപ്പം അവൻ കളിക്കും. കുഞ്ചാ, നീ സത്യഗ്രഹം ഇരിക്കണ്ട. നിൻ്റെ മോൻ ദേ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്, നീ കണ്ടില്ലേ? നീയൊക്കെ ഇഷ്ടം പോലെ കഴിച്ചു കേട്ടോ. കുഞ്ഞിശുണ്ടൻ ഒരു പെരുവയറൻ തന്നെയാട്ടോ. കുറേ കഴിച്ചു, എന്നിട്ടും തീർന്നു കഴിഞ്ഞിട്ടില്ല. തിന്നാണ്ടിരിക്കുകയാണ്, തീറ്റ മതിയായിട്ടില്ല. കുറേ കഴിക്കും. കുഞ്ഞിശുണ്ടോ, വേഗം കഴിച്ചിട്ട് പൊക്കോട്ടെ നിൻ്റെ അമ്മയുടെ ഒപ്പം. മീൻ കഴിക്കാമെന്ന ഒരാളെ കണ്ടോ? നമ്മുടെ പരുന്തച്ഛൻ. പാവം പുഴയിൽ നിന്ന് ഇപ്പോൾ ഒരു മീനും കിട്ടണില്ല. പുഴയിൽ നിറച്ച് പായലാണ്. അതുകൊണ്ട് അവനും വന്നേക്കുവാണ് ഭക്ഷണം കഴിക്കാൻ. ഞാൻ മീൻ നന്നാക്കുമ്പോൾ അവനും വരും കേട്ടോ. എപ്പോഴും വരാറുണ്ട്. കണ്ടോ, അങ്ങനെ എത്ര പേരാണ് നോക്കി ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്നത്. കഴിച്ചോടാ, നീയും കഴിച്ചോ. കാക്കകളെ അവന് പേടിയാ. വലിയ ആളാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവനൊന്നും ഒരു ആയം നോക്കുവാണ് താഴെ വന്ന് കാക്കകളില്ലാത്തപ്പോൾ എടുക്കാൻ പറ്റുമോയെന്ന്. പാവം, കാക്കകൾ മുഴുവൻ തിന്നു, അവനൊന്നും കൊടുക്കണില്ല. ഈ കാക്കപ്പെണ്ണുങ്ങളെ ഇത് അവനും കൂടെ കൊടുക്കുക. കണ്ടോ, താഴെ കാക്കകൾക്ക് ഞാൻ പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണ് അവനും വന്നിരിക്കുന്നത്. നമ്മുടെ പരുന്തച്ഛൻ. പരുന്തച്ഛ കഴിച്ചോടാ.